നമസ്കാരം. പ്രധാന വാർത്തകൾ. കർഷക തൊഴിലാളി ഫെഡറേഷൻ BKMUവിന്റെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസുകൾക്ക് മുൻപിൽ ധർണ നടത്തി. കൊണ്ടാഴി എഴുന്നള്ളത്ത് കടവിന് സമീപം വിദ്യാർത്ഥികളുമായി പോവുകയായിരുന്ന സ്കൂൾ ബസ് കുഴിയിലേക്ക് ചരിഞ്ഞു. CPMന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സംയോജിത കൃഷിയുടെ ജില്ലാതലോദ്ഘാടനം കയ്പമംഗലം കാളമുറിയിൽ നടന്നു. വാർത്തകളിലേക്ക് വിശദമായി. കർഷക തൊഴിലാളി ഫെഡറേഷൻ BKMUവിന്റെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസുകൾക്ക് മുൻപിൽ ധർണ നടത്തി. കർഷക തൊഴിലാളികളുടെ ക്ഷേമനിധി കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക, പെൻഷൻ തുക 3000 രൂപയാക്കുക, കർഷക തൊഴിലാളികൾക്ക് ഉപാധിരഹിതമായി പെൻഷൻ നൽകുക, തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ശമ്പളം 600 രൂപയാക്കി വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. മദ്രകം വില്ലേജ് ഓഫീസിന് മുൻപിൽ നടന്ന ധർണ E.T. ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് BKMU ഇതുപോലുള്ളൊരു സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. സംസ്ഥാനാടിസ്ഥാനത്തിലും ജില്ലയിലും മണ്ഡലത്തിലുമെല്ലാം ഇന്ന് വിവിധ കേന്ദ്രങ്ങളിലായി വില്ലേജ് ഓഫീസുകളുടെ മുമ്പിലായി മാർച്ചും ധർണയും നടക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, രാജ്യത്തെ എല്ലാത്തരം ആളുകളെയും, വ്യവസായികളെ ആണെങ്കിലും IT അധ്യാപക ഏത് തരത്തിലുള്ള ആളുകളായാലും. NS ഗോപി അധ്യക്ഷത വഹിച്ചു. BKMU പ്രസിഡന്റ് TS രാജു, VS കൃഷ്ണകുമാർ, രാജേഷ് മുല്ലങ്ങത്ത്, ശാലിനി പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. BKMU എടത്തുരുത്തി വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചന്ദ്രാപിന്നി വില്ലേജ് ഓഫീസിന് മുൻപിൽ നടന്ന ധർണ ജില്ലാ ജോയിന്റ് സെക്രട്ടറി രാജേഷ് കണിയാമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ഓരോ വർഷവും വെട്ടിക്കുറയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആ രൂപത്തിലേക്ക് തൊഴിലുറപ്പ് തൊഴിലാളികളെ ദ്രോഹിക്കുന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്, കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികളെ സംരക്ഷിക്കണമെന്ന ഒരു മുദ്രാവാക്യം കൂടെ ഈ സമരത്തിനകത്ത് BKMU എന്ന് പറയുന്ന പ്രസ്ഥാനം ഉയർത്തുന്നുണ്ട്. തൊഴിലുറപ്പ് തൊഴിലാളികളെ സംരക്ഷിക്കണം. തൊഴിലുറപ്പ് തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. അവർക്ക് കാലങ്ങളായി കൊടുത്തുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയണം. അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിയണം. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ദിവസക്കൂലി 600 രൂപയായിട്ട് വർദ്ധിപ്പിക്കണമെന്ന് BKMU ഈ സമരത്തിലൂടെ ആവശ്യപ്പെടുകയാണ്. കർഷക തൊഴിലാളികളുടെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലിയും തൊഴിലും സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിൽ നിന്ന് രാജ്യത്തിനകത്ത് നമ്മൾ സംഘടിപ്പിച്ചു. BKMUയുടെ നേതൃത്വത്തിൽ എത്രയോ സമരങ്ങൾ പാർലമെന്റിന് ചുറ്റും നമ്മൾ സംഘടിപ്പിച്ചു. ഈ കേരളത്തിൽ സംഘടിപ്പിച്ചു നമ്മൾ. അപ്പോൾ വളരെ ശക്തമായുള്ള പോരാട്ടങ്ങളാണ് കർഷക തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി BKMUയുടെ നേതൃത്വത്തിൽ കേരളത്തിലെമ്പാടും രാജ്യത്തെമ്പാടും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. KC ശിവരാമൻ, PC രാജീവ്, CB അബ്ദുൽ സമദ്, PK ഷാജു, ഷീജ ബാബു, PR രജീഷ്, VV ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലം വില്ലേജ് ഓഫീസിന് മുൻപിൽ നടത്തിയ ധർണ ARTUC മണ്ഡലം സെക്രട്ടറി PK റഫീഖ് ഉദ്ഘാടനം ചെയ്തു. വെട്ടിക്കുറച്ച് തൊഴിലാളിയെ ഈ തൊഴിൽ മേഖല തന്നെ ഇല്ലാതാക്കാനുള്ള അവസ്ഥാവിശേഷത്തിലാണ് ഗവൺമെൻറ് പോയിക്കൊണ്ടിരിക്കുന്നത്. ശക്തമായ തൊഴിലാളികളുടെ സമരവും നമുക്കറിയാം. ഈ പാർലമെൻറ്റിലും സെക്രട്ടേറിയറ്റിലും രാജ്ഭവന്റെ മുമ്പിലെല്ലാം തൊഴിലാളികൾ സമരം ചെയ്തതും അതിൻ്റെ പ്രതിഫലനമായി ഈ സമീപകാലത്ത് വെട്ടിക്കുറച്ച 3000 കോടി പുനരുജ്ജീവിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് നിർബന്ധിതരാകുകയും ചെയ്തിരിക്കുകയാണ്. നാം പറയുന്നത് തൊഴിലാളികൾക്ക് കൃത്യമായ അവരെ മുൻപ് നിശ്ചയിച്ച 11,000 കോടി രൂപ ഈ പുനഃസ്ഥാപിക്കുകയും അവർക്ക് നിശ്ചയിച്ച ആ സംഖ്യ കൃത്യമായി എത്തിക്കുകയും തൊഴിലാളികൾക്ക് തൊഴിൽ ദിനം വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നത്. നമ്മളിപ്പോൾ 600 രൂപയാണ് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്നത്. ഗവൺമെൻറ് ഈ സംസ്ഥാനത്തിന് കിട്ടേണ്ട വിവിധങ്ങളായ ഫണ്ടുകളെല്ലാം വെട്ടിക്കുറച്ചുകൊണ്ട് എല്ലാ പദ്ധതിയും ഇല്ലായ്മ ചെയ്യുന്ന തിക്കുമുട്ടിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഈ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. BKMU ജില്ലാ കമ്മിറ്റി അംഗം നജീറ നൂറുദ്ദീൻ അധ്യക്ഷയായിരുന്നു. കിസാൻ സഭ മണ്ഡലം പ്രസിഡന്റ് MD സുരേഷ് മാസ്റ്റർ, CPI ലോക്കൽ കമ്മിറ്റി അംഗം ER ജോഷി, ARTUC പഞ്ചായത്ത് സെക്രട്ടറി അജിത് കൃഷ്ണൻ, CA ധർമ്മദാസ്, സോമൻ കോതങ്ങത്ത് തുടങ്ങിയവർ സംസാരിച്ചു. PK റഹീം, PK കുട്ടൻ, സതീശൻ കൂരിക്കുഴി, ജസീമ, ദീപ പ്രദീപ് എന്നിവർ നേതൃത്വം നൽകി. കൊണ്ടാഴി എഴുന്നള്ളത്ത് കടവിന് സമീപം വിദ്യാർത്ഥികളുമായി സ്കൂൾ ബസ് കുഴിയിലേക്ക് ചെരിഞ്ഞു. കൊണ്ടാഴി പാറമേൽപ്പടി സരസ്വതി വിലാസം UP സ്കൂൾ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വെള്ളിയാഴ്ച രാവിലെ 8:30ഓടെയാണ് അപകടം. കനാൽ റോഡും എഴുന്നള്ളത്ത് കടവ് റോഡും ചേരുന്ന ഭാഗം പാലത്തിന് സമീപം ബസ് തിരിക്കാനായി റിവേഴ്സ് എടുത്തതാണ് അപകട കാരണം.
വിദ്യാർത്ഥികളെ മറ്റൊരു ബസ്സിൽ സ്കൂളിലെത്തിച്ചു. അതുവഴി വന്ന ടിപ്പർ ലോറിയിലെ ഡ്രൈവർ വാഹനം നിർത്താൻ പറഞ്ഞിരുന്നുവെങ്കിലും ടയറുകൾ അപ്പോഴേക്കും കുഴിയിൽ ചാടിയിരുന്നു. ഫുഡ് റെസ്റ്റ് താങ്ങി നിന്നതിനാൽ മാത്രമാണ് ബസ് കുഴിയിലേക്ക് മറിയാതിരുന്നതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. സ്കൂൾ ബസ്സിൽ ആയയോ ക്ലീനറോ ഇല്ലായിരുന്നുവെന്നും നാട്ടുകാർ പരാതി ഉന്നയിച്ചു. CPM-ന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സംയോജിത കൃഷിയുടെ ജില്ലാതല ഉദ്ഘാടനം കയ്പമംഗലം കാളമുറിയിൽ നടന്നു. പുതിയ വീട്ടിൽ മൊയ്തീൻകുട്ടിയുടെ സ്ഥലത്ത് നടന്ന ചടങ്ങ് CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. പച്ചക്കറി മാത്രമല്ല, ഇവിടെ സൂചിപ്പിച്ചു, നിങ്ങളോട് വിശദീകരിച്ചു, സംയോജിത കൃഷിയാണ്. സംയോജിത കൃഷി എന്നൊരാശയം മുന്നോട്ട് വെച്ച് CPIM ഈ രംഗത്ത് ഇടപെടാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏതാനും വർഷങ്ങളായി. 2018 മുതൽ എന്ന് പറയാം എന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ ഒരു 5-6 വർഷക്കാലമായി സംയോജിത കൃഷി എന്ന ഒരു ആശയത്തെ മുൻനിർത്തിക്കൊണ്ടാണ് കാർഷിക രംഗത്ത് CPIM ഇടപെടുന്നത്. ഇപ്പോൾ CPIM മാത്രമല്ല, പല രാഷ്ട്രീയ കക്ഷികളും ഈ രംഗത്ത് ഇടപെടുന്നതിന് വേണ്ടി മുന്നോട്ട് വരുന്നുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഏറിയും കുറഞ്ഞു ഇപ്പം എല്ലാവരും തന്നെ ഇടപെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ പാർട്ടിയെ സംബന്ധിച്ച് പറയുമ്പോൾ, CPM-നെ സംബന്ധിച്ച് പറയുമ്പോൾ വർഷങ്ങളായി ഈ മേഖലയിൽ ഇടപെട്ട് വരികയാണ്. ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു. പാർട്ടി മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ ജില്ലയിൽ, നമ്മുടെ പ്രദേശങ്ങളിൽ എല്ലാ വർഗ ബഹുജന സംഘടനകളും ഈ രംഗത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. മുരളി പെരുന്നെല്ലി MLA അധ്യക്ഷനായി. നമ്മുടെ മനുഷ്യൻ്റെ ആരോഗ്യത്തിൽ മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളെപ്പോലെ തന്നെ പച്ചക്കറിയും ഒഴിച്ചുകൂടാനാകാത്തൊരു ഘടകം തന്നെയാണ്. നമുക്കറിയാം, കേരളത്തിൽ നമുക്ക് ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറി നമുക്ക് ആവശ്യത്തിന് ഉണ്ടാകുന്നില്ല, ഒന്നും ഉണ്ടാകുന്നില്ല. ഇപ്പം നമ്മുടെ ഇഷ്ടാഹാര അരിയാണ്. അരിക്കാര്യത്തിൽ കേരളം കമ്മി സംസ്ഥാനമാണ്. നമുക്ക് ഉണ്ണാനുള്ള അരിയുടെ ഏറിയാൽ ഒരു 3.5 മാസം അല്ലെങ്കിൽ 4 മാസം ഉണ്ണാനുള്ള അരിയാണ് കേരളത്തിലുണ്ടാകുന്നത്. നമ്മുടെ തോന്നലും കിട്ടി നോക്കിയാൽ കോളുണ്ട്, അവിടെ നെൽകൃഷിയുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അഥവാ ഒരു 7-8 മാസം നമുക്ക് ഉണ്ണണമെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് അരി വരണം, തമിഴ്നാട് നിന്ന്, അതുപോലെ മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്ന്. അതിനർത്ഥം കേരളം അരിക്കാര്യത്തിൽ കമ്മി സംസ്ഥാനമാണ്. ഇനിയിപ്പോൾ ഏത് ഗവൺമെൻറ് വിചാരിച്ചാലും കേരളത്തിൽ അരി ഉൽപ്പാദനം നമുക്ക് ആവശ്യത്തിന് ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം നമുക്ക് ഭൂമിയില്ല. നമ്മുടെ ഭൂമിയൊക്കെ നഷ്ടപ്പെട്ടു പോയി, പരിവർത്തനം ചെയ്യപ്പെട്ട് കഴിഞ്ഞു. 10 ലക്ഷം ഹെക്ടർ നെൽകൃഷി ഉണ്ടായിരുന്ന കേരളം ഇന്ന് 3 ലക്ഷം ഹെക്ടറിന് താഴെയാണ്. എന്നുവെച്ചാൽ 7 ലക്ഷം ഹെക്ടറോളം ഭൂമി മറ്റു പലതുമായി മാറിക്കഴിഞ്ഞു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ചന്ദ്രശേഖരൻ, AS കുട്ടി, CPM ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു, ജില്ലാ കമ്മിറ്റി അംഗം PM അഹമ്മദ്, KR സീത, TS മധുസൂദനൻ, KH സുൽത്താൻ, മഞ്ജുള അരുണൻ, PI സജിത, TK ചന്ദ്രബാബു, ഡോക്ടർ സെൽവൻ, TV സുരേഷ് ബാബു, അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ് എന്നിവർ സംസാരിച്ചു. സംയുക്ത സംയോജിത കൃഷി സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ പശുക്കിടാങ്ങളെയും വരാൽ ഉൾപ്പെടെയുള്ള വിവിധ തരം മത്സ്യങ്ങൾ, കോഴിക്കുഞ്ഞുങ്ങൾ എന്നിവയെയും ചടങ്ങിൽ വിതരണം ചെയ്തു. 7 ലക്ഷത്തോളം പച്ചക്കറി തൈകളാണ് നാട്ടിക ഏരിയയിൽ നൽകുന്നത്. ചടങ്ങിൽ മികവ് തെളിയിച്ച കയ്പമംഗലത്തെ കർഷകരെ ആദരിച്ചു. വീട്ടിൽ അതിക്രമിച്ച് കയറി യുവതിയെ ബലാത്സംഗം ചെയ്ത പ്രതിക്ക് 22 വർഷം കഠിന തടവും 1,10,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. കണ്ടാണശ്ശേരി ചൊവ്വല്ലൂർ സ്വദേശി വലിയകത്ത് വീട്ടിൽ 27 വയസ്സുള്ള സദഗിനെയാണ് കുന്നംകുളം അതിവേഗ പ്രത്യേക പോക്സോ കോടതി ജഡ്ജി S ലിഷ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി വിധി പ്രസ്താവിച്ചത്. 2018 ഏപ്രിൽ മാസത്തിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. പണയം വെക്കാൻ വാങ്ങിയ കൈച്ചെയിൻ തിരികെ നൽകാനെന്ന വ്യാജേന രാത്രി 12 മണിയോടെ ജനൽപ്പാളിയിൽ തട്ടി വിളിക്കുകയും വാതിൽ തുറന്നില്ലെങ്കിൽ യുവതി വിളിച്ചിട്ടാണ് വന്നതെന്ന് നാട്ടുകാരോട് പറയുമെന്ന് ഭീഷണിപ്പെടുത്തി വീട്ടിൽ അതിക്രമിച്ചു കയറി ബലാത്സംഗം ചെയ്ത കേസിലാണ് പ്രതിയെ കുറ്റക്കാരനെന്ന് കണ്ടെത്തി വിധി പ്രസ്താവിച്ചത്. പിഴ സംഖ്യ 1 ലക്ഷം രൂപ അതിജീവിതയ്ക്ക് നൽകുന്നതിന് കോടതി ഉത്തരവിട്ടു. ഈ കേസിൽ ഗുരുവായൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ E ബാലകൃഷ്ണൻ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിക്കുകയും പിന്നീട് ഇൻസ്പെക്ടർ മനോജ് കുമാർ തുടരന്വേഷണം നടത്തുകയും ചെയ്തു. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KS ബിനോയിയും പ്രോസിക്യൂഷനെ സഹായിക്കുന്നതിനായി അഭിഭാഷകരായ രഞ്ജിക ചന്ദ്രൻ, അനുഷ ഗുരുവായൂർ, പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ TK ഷിജു എന്നിവരും പ്രവർത്തിച്ചിരുന്നു. കുന്നംകുളം തൃശൂർ റോഡിൽ ബസും ബൈക്കും കൂട്ടിയിടിച്ച അപകടത്തിൽ ബൈക്ക് യാത്രികന് പരിക്കേറ്റു. കുന്നംകുളം തൃശൂർ റോഡിൽ ബസും ബൈക്കും കൂട്ടിയിടിച്ച് അപകടത്തിൽ ബൈക്ക് യാത്രികന് പരിക്കേറ്റു. ചെറുപ്പുളശ്ശേരി സ്വദേശി കടമ്പിൽപ്പുറം വീട്ടിൽ 26 വയസ്സുള്ള ഹരിപ്രസാദിനാണ് പരിക്കേറ്റത്.
തൃശൂർ ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന തൃശൂർ കുറ്റിപ്പുറം റൂട്ടിൽ സർവീസ് നടത്തുന്ന ശാസ്ത ബസും കുന്നംകുളം ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് യാത്രികന് കാലിന് പരിക്കേറ്റു. പരിക്കേറ്റ ബൈക്ക് യാത്രികനെ കുന്നംകുളം കോഓപ്പറേറ്റീവ് അർബൻ സൊസൈറ്റി ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ബൈക്കിന് കേടുപാടുകൾ സംഭവിച്ചു. കുന്നംകുളം സബ് ഇൻസ്പെക്ടർ സുകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. തൃശൂർ വരടിയത്ത് വലയിൽപ്പെട്ട് ഗുരുതര പരിക്കേറ്റ് കിടന്നിരുന്ന മൂർഖൻ പാമ്പിനെ രക്ഷപ്പെടുത്തി. റോഡരികിലെ കാനയിൽ കിടന്നിരുന്ന വലയിൽപ്പെട്ട് മുറിവേറ്റ് ഭക്ഷണവും വെള്ളവുമില്ലാതെ ഒരാഴ്ചയിലധികമാണ് മൂർഖൻ കുടുങ്ങിക്കിടന്നത്. റോഡിൽ കൂടി നടന്നു പോവുകയായിരുന്ന ഒരാളാണ് ഗുരുതരാവസ്ഥയിലായ പാമ്പിനെ കണ്ടത്. ഉടൻ ഇയാൾ വനം വകുപ്പിനെ അറിയിച്ചു. വനം വകുപ്പ് അറിയിച്ചതിനെ തുടർന്ന് സർപ്പ വളണ്ടിയർമാരായ ലിജോ കാച്ചേരി, ശരത്ത് മാടക്കത്തറ എന്നിവർ സ്ഥലത്തെത്തി പാമ്പിനെ വലയിൽ നിന്നും പുറത്തെടുത്തു. തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ കൊക്കാലെ വെറ്ററിനറി ആശുപത്രിയിലേക്ക് മാറ്റി. വെറ്ററിനറി ഡോക്ടർമാരായ ഡോക്ടർ റെജി വർഗീസ്, ഡോക്ടർ സുജന എന്നിവരുടെ നേതൃത്വത്തിൽ അടിയന്തര ചികിത്സ നൽകി. വലയിൽ കുടുങ്ങിയതോടെ പാമ്പിന്റെ ശരീരത്തിൽ മുറിവുണ്ടായി എല്ലുകൾ പുറത്തേക്ക് വന്ന അവസ്ഥയിലായിരുന്നു. എക്സ്റേയിൽ എല്ലിന് പൊട്ടലുമുണ്ട്. നിലവിൽ അപകടനില തരണം ചെയ്തതായും മുറിവുണങ്ങാൻ 1 മാസത്തെ വിശ്രമം ആവശ്യമാണെന്നും ഡോക്ടർമാർ അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സിന്റെ നേതൃത്വത്തിൽ സ്കൂൾ കോളേജ് തലത്തിൽ നടത്തുന്ന സംസ്ഥാന യൂത്ത് പാർലമെന്റ് മത്സരം അഴീക്കോട് സി.ഡി. സാഹിബ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. സ്കൂളിലെ 50 വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കാളികളായി. പാർലമെന്റിന്റെ എല്ലാ നടപടിക്രമങ്ങളും ഉൾപ്പെടുത്തി ആവിഷ്കരിച്ച മോഡൽ യൂത്ത് പാർലമെന്റ് കാണികൾക്ക് നവ്യാനുഭവമായി. 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ഫുഅദ വി.എ. രാഷ്ട്രപതിയായും അൽഫല കെ, അഭിനവ് ഫ്രാങ്സ്റ്റൺ, നിയ ഫാത്തിമ എന്നിവർ യഥാക്രമം സ്പീക്കർ, പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ് എന്നിവരായും വേഷമിട്ടു. യൂത്ത് പാർലമെന്റ് സ്കൂൾ തല കോർഡിനേറ്റർ KS ഷിഹാബുദ്ദീന്റെ നേതൃത്വത്തിൽ ഫൗസിയ MA, വഹീദ KA, ഹസീന NA എന്നീ സാമൂഹ്യശാസ്ത്ര അധ്യാപകരാണ് വിദ്യാർത്ഥികളെ പരിശീലിപ്പിച്ചത്. വാർഡ് മെമ്പറും എറിയാട് ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റുമായ പ്രസീന റാഫി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് MA സാദത്ത്, പ്രധാനാധ്യാപിക KA സബീന, TTC പ്രിൻസിപ്പൽ PI അസ്മാബി, PK ഫസീലത്ത് എന്നിവർ പ്രസംഗിച്ചു. ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പ്രതിനിധീകരിച്ച K പുരുഷോത്തമൻ, K ബാലമുരളീകൃഷ്ണൻ എന്നിവർ വിധികർത്താക്കളായി പങ്കെടുത്തു. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 3 പീടിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കർഷക തൊഴിലാളി ഫെഡറേഷൻ BKMUവിന്റെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസുകൾക്ക് മുൻപിൽ ധർണ നടത്തി. കൊണ്ടാഴി എഴുന്നള്ളത്ത് കടവിന് സമീപം വിദ്യാർത്ഥികളുമായി പോവുകയായിരുന്ന സ്കൂൾ ബസ് കുഴിയിലേക്ക് ചരിഞ്ഞു. CPMന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സംയോജിത കൃഷിയുടെ ജില്ലാതലോദ്ഘാടനം കയ്പമംഗലം കാളമുറിയിൽ നടന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.